നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒന്നുപോലും കയ്യെത്തും ദൂരത്ത് കിട്ടാതെ പോയ അവസ്ഥ. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും തിരിച്ചടികൾ മാത്രം സമ്മാനിച്ച നിമിഷങ്ങൾ. കൂടെയുള്ളവരെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ, ബാധ്യതകളും നിരാശയും മാത്രം ബാക്കിയാവുമ്പോൾ, ഹൃദയം തകർന്ന് തൊണ്ടയിൽ ശ്വാസമുടക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ? വൈ മീ? നിങ്ങളോടൊരു കാര്യം പറയട്ടെ. If life is breaking you right now, remember one thing. You're not being destroyed, you're being prepared. ജീവിതം നിങ്ങളെ ഇന്ന് തകർക്കുകയല്ല ചെയ്യുന്നത്, നാളത്തെ ഒരു വലിയ വിജയത്തിനായി നിങ്ങളെ വാർത്തെടുക്കുകയാണ്. This is not just a video, this is a wake-up call for your soul. നമുക്കൊക്കെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന തെറ്റെന്താണെന്നറിയാം? നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങും. നോക്കൂ, അവരെത്ര സന്തോഷമായി ജീവിക്കുന്നു, അവർക്കൊരു പ്രശ്നവുമില്ലല്ലോ. പക്ഷെ ഒരു സത്യം മനസ്സിലാക്കുക, everyone you meet is fighting a battle you know nothing about. പുറമേ കാണുന്ന ആ ചിരിക്കും ആർഭാടത്തിനും പിന്നിൽ എല്ലാവർക്കും അവരുടേതായ കണ്ണീരുണ്ട്. വേദന എന്നത് മനുഷ്യജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. പെയിൻ ഇസ് ഇന്നെവിറ്റബിൾ ബട്ട് സഫറിങ് ഇസ് ഓപ്ഷണൽ. ജീവിതം നിങ്ങളുടെ മുന്നിലേക്ക് എറിയുന്ന കല്ലുകൾ കണ്ട് നിങ്ങൾ കരയണോ, അതോ ആ കല്ലുകൾ കൊണ്ട് സ്വന്തമായി ഒരു സാമ്രാജ്യം പണിയണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കഠിനമായ ചൂടിൽ വെന്തുരുകുമ്പോഴാണ് കരിമ്പ് മധുരമുള്ള നീരാകുന്നത്. തീയിൽ വെന്തുരുകുമ്പോഴാണ് തങ്കത്തിന് തിളക്കം കൂടുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന തകർച്ചകളും പ്രതിസന്ധികളും നിങ്ങളെ നശിപ്പിക്കാനല്ല, നിങ്ങളുടെ യഥാർത്ഥ ശേഷി പുറത്തെടുക്കാനാണ്. 1990കളുടെ തുടക്കം. ഒരു പാവപ്പെട്ട സ്ത്രീ ഭർത്താവുമായി പിരിഞ്ഞ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ, സ്വന്തം കുഞ്ഞിന് കൊടുക്കാൻ പാല് പോലും വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നു, ആഴത്തിലുള്ള വിഷാദ രോഗത്തിലായി. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും അവർ ചിന്തിച്ചു. ക്ലിനിക്കലി പറഞ്ഞാൽ, as poor as it is possible to be in modern Britain without being homeless. അത്രയും വലിയൊരു തകർച്ചയിൽ നിൽക്കുമ്പോഴാണ് അവരൊരു കഥ എഴുതാൻ തുടങ്ങുന്നത്. ഒരു കൊച്ചു മാന്ത്രികന്റെ കഥ. എഴുതിക്കഴിഞ്ഞ പുസ്തകവുമായി അവർ പ്രസാധകരുടെ അടുത്ത് ചെന്നു. ഒരു പ്രസാധകൻ അത് നിരസിച്ചു. രണ്ടാമത്തെ ആൾ നിരസിച്ചു. മൂന്നാമത്തെ ആൾ. അങ്ങനെ 12 പ്രസാധകർ ആ പുസ്തകം തള്ളിക്കളഞ്ഞു. ഇതൊന്നും വിറ്റുപോവില്ല, വേറെ വല്ല ജോലിയും നോക്ക് എന്നവർ കളിയാക്കി. പക്ഷേ ആ സ്ത്രീ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 13ാമത്തെ പ്രസാധകൻ അത് അച്ചടിക്കാൻ തയ്യാറായി. ആ സ്ത്രീയുടെ പേര് JK റൗളിംഗ് എന്നായിരുന്നു. അവരെഴുതിയ പുസ്തകത്തിൻ്റെ പേര് ഹാരി പോട്ടർ എന്നുമായിരുന്നു. ഇന്ന് ലോകത്തിലെ ആദ്യത്തെ ബില്യനെയർ എഴുത്തുകാരിയാണ് JK റൗളിംഗ്. പിന്നീട് ഒരു അഭിമുഖത്തിൽ അവരോട് ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അവർ പറഞ്ഞ മറുപടി ഇതാണ്: റോക്ക് ബോട്ടം became the solid foundation on which I rebuilt my life. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനമാണ് ഞാൻ പിന്നീട് പടുത്തുയർത്തിയ വിജയത്തിൻ്റെ തറക്കല്ലായി മാറിയത്. ആലോചിച്ച് നോക്കൂ, 12 പ്രസാധകർ വേണ്ട എന്ന് വെച്ചപ്പോൾ അവർ ശ്രമം നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഹാരി പോട്ടർ എന്ന ചരിത്രം ഉണ്ടാകുമായിരുന്നു. ഫെയിലിയർ is not the opposite of success, it is part of success. ജീവിതം നിങ്ങളെ തകർത്തു തരിപ്പണമാക്കുമ്പോൾ അതിൽ നിന്നും തിരികെ വരാൻ നിങ്ങൾ ചെയ്യേണ്ട 3 പ്രാക്ടിക്കൽ റൂൾസ് ഇതാ. 1. സ്റ്റോപ്പ് ബ്ലെയിമിംഗ്, സ്റ്റാർട്ട് അക്സെപ്റ്റിംഗ്. സ്വയം പുകഴ്ത്തലും കുറ്റപ്പെടുത്തലും നിർത്തുക. എൻ്റെ കയ്യിൽ പണമില്ല, എന്നെ ആരും സഹായിച്ചില്ല, എനിക്ക് ഭാഗ്യമില്ല. ഈ വാദങ്ങൾ അവസാനിപ്പിക്കൂ. അക്സെപ്റ്റ് യുവർ കറന്റ് റിയാലിറ്റി. നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. സ്റ്റോപ്പ് ബീയിങ് എ വിക്ടിം, സ്റ്റാർട്ട് ബീയിങ് എ വാറിയർ. തകർച്ച അംഗീകരിക്കുക, അവിടെ നിന്ന് പടുത്തുയർത്താൻ തുടങ്ങുക. 2. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതിരിക്കൂ. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് നിങ്ങൾ എത്ര സമയം അധ്വാനിക്കുന്നു, നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ മാത്രം കൺട്രോളിലാണ്. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ഫ്രം യുവർ പ്രോബ്ലംസ് ടു യുവർ പോസിബിലിറ്റീസ്. 3. ടേക്ക് സ്മോൾ സ്റ്റെപ്സ് ഡെയിലി. ചെറിയ ചുവടുകൾ വെക്കുക. ഒരു രാത്രി കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല. കൺസിസ്റ്റൻസി ഇസ് ദ കീ. ദിവസവും 1% വീതം സ്വയം മെച്ചപ്പെടാൻ ശ്രമിക്കുക. ഇന്ന് ഒരു പേജ് വായിക്കുക, ഇന്ന് 15 മിനിറ്റ് വ്യായാമം ചെയ്യുക, ഇന്നൊരു പുതിയ നൈപുണ്യം പഠിക്കുക. ഈ ചെറിയ ചുവടുകളാണ് നാളെ വലിയൊരു കൊടുങ്കാറ്റായി മാറുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ എന്താണ് തോറ്റുകൊടുക്കാൻ തിടുക്കം കൂട്ടുന്നത്? കയ്യിൽ പണമില്ലാത്തത് കൊണ്ടോ, സ്നേഹിച്ചവർ ഇട്ടിട്ടിട്ട് പോയതുകൊണ്ടോ, ബിസിനസ് പരാജയപ്പെട്ടതുകൊണ്ടോ? ഓർക്കുക, ഈ ലോകത്ത് നിങ്ങളെ തകർത്ത് കളയാൻ ഒരു പ്രശ്നത്തിനും ശക്തിയില്ല, നിങ്ങൾ സ്വയം തോറ്റുകൊടുക്കാത്തിടത്തോളം കാലം. യുവർ കറന്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇത് നിങ്ങളുടെ കഥയുടെ അവസാനമല്ല, നിങ്ങളുടെ വലിയൊരു തിരിച്ചുവരവിൻ്റെ തുടക്കം മാത്രമാണ്. ദ
ദ കംബാക്ക് ഇസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ ദ സെറ്റ് ബാക്ക്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ആ വലിയ സ്വപ്നം, അതിലേക്ക് നടക്കാൻ നിങ്ങൾക്ക് ഇനിയും വയ്യേ? നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളിലെ പ്രതീക്ഷ കാക്കാൻ നിങ്ങൾക്ക് ഇനിയും അധ്വാനിച്ചൂടെ? ഇന്ന് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കൂ. വിധിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് ഉറപ്പിക്കൂ. ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ച ഓരോ കണ്ണീർ തുള്ളിയും നേരിട്ട ഓരോ കളിയാക്കലുകളും നിങ്ങളുടെ ഇന്ധനമാകട്ടെ. ലെറ്റ് യുവർ പെയിൻ പുഷ് യു ടു ഗ്രേറ്റ്നസ്. എഴുന്നേൽക്കൂ. നിങ്ങളുടെ യാത്ര ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. ലോകം നിങ്ങളെ നോക്കി നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകുക, വാച്ച് മീ, വാച്ച് മീ. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രതീക്ഷയോ ഊർജമോ നൽകിയെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ റൈറ്റ് ചെയ്യൂ, ഐ വിൽ നെവർ ഗിവ് അപ്പ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ മാറ്റാൻ നിങ്ങളുടെ ഈ ഒരു ഷെയറിന് സാധിച്ചേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു മോട്ടിവേഷണൽ വീഡിയോയുമായി വീണ്ടും കാണണം. തളരരുത്, പൊരുതുക. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, സ്പാർക്ക് മൈൻഡ്.